ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻറ്റ് നമ്പർ 2. അപ്പോൾ നമ്മൾ ലാബ് സീരീസിലെ ഫിസിക്സിലെ പ്രാക്ടിക്കൽസിലെ നമ്മൾ എക്സ്പെരിമെൻറ്റ് നമ്പർ 2 ഇതിൻ്റെ പേരാണ് സർക്കുലർ കോയിൽ അപ്പാരറ്റസ്. അങ്ങനെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് ബി എച്ച് ആൻഡ് മൊമെൻറ്റ് ഓഫ് എ മാഗ്നറ്റ്. ഈ മൊമെൻറ്റ് ഓഫ് ദ മാഗ്നറ്റ് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നമ്മൾ മെയിൻലി കണ്ടുപിടിക്കുന്നത് എന്താണ്, ഈ ഡിസ്റ്റൻസ് മാറുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാക്കുന്ന എന്താണ് അതിലെ ചേഞ്ച്. അതായത് നമ്മൾ +2 ഉള്ള ടൈമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു സർക്കുലർ റിങ് അല്ല സർക്കുലർ ആക്സിസിൽ എന്താണ് ഒരു ബാർ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് അതിന് കണക്കായിട്ടുള്ള ഒരു എന്താണ് ഒരു എഫക്റ്റ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ എന്തോ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇക്വേഷൻ നമ്മൾ ഇവിടെ വീണ്ടും കാണുന്നൊരു μ0 ഇവിടെ 2 × a² + x² ⁻³ 3/2 എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വലിയ എന്തൊരു ഇതത് ഇക്വേഷനാണ്. ഇവിടെ മുകളിൽ എന്തായിരുന്നു ഇക്വേഷൻ അടി ഉണ്ട്. വേർ ഇസ് ദാറ്റ് ഇക്വേഷൻ? ഇതാ Na²I. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ടൊക്കെ വരുന്നുണ്ട് Na²I ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് നമ്മൾ ഇവിടുന്ന് ഈ സർക്കുലർ കോയിൽ, അതായത് ഈ റൗണ്ട് ഷേപ്പിലുള്ള സാധനത്തിൽ നിന്ന് ദൂരെ, അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ്, ഇങ്ങോട്ടേക്ക് മാറ്റും തോറും അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡിസ്റ്റൻസ് കൂടുകയല്ലേ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എഫക്റ്റ് കുറയും. അതാണ് ബേസിക്കലി ആ റിലേഷൻ കറക്റ്റാണോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ വെരിഫിക്കേഷൻ. ഇതിൽ ആക്ച്വലി 2 എയിം ഉണ്ട്. എടുപ്പോൾ എയിം 1 ഉണ്ട്, എയിം 1 ആയിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിളൊക്കെ ഉണ്ട്. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് ഇത് ജസ്റ്റ് ഒരു വേരിഫിക്കേഷനാണ്. വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ല, ഇത് ബേസിക്കലി ബി തന്നെ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ കോയിൽ ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഫീൽഡ് ഈസ് മാക്സിമം അറ്റ് സെൻറ്റർ. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ ആ കോമ്പസ് ബോക്സ് അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ആ മാഗ്നറ്റിക് നീഡിൽ എന്താണ് അതിന് പറയാം, നമ്മളെ ആ മാഗ്നറ്റിലെ സാധനം വെക്കുമ്പോഴാണ് സെൻറ്ററിലാണ് ഇതിന് മാക്സിമം വാല്യൂ ഉണ്ടാവുക. അതിൽ ദൂരെ, അതായത് ഇങ്ങോട്ടേക്ക് പോയാലും അങ്ങോട്ടേക്ക് പോയാലും എന്താണ് അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ഡിക്രീസസ് റാപ്പിഡ്ലി അവേ ഫ്രം ദ സെൻറ്റർ ഓൺ ഈതർ സൈഡ്. അതെന്തുകൊണ്ടായിരിക്കും അത് ഡിക്രീസസ് റാപ്പിഡ്ലി എന്ന് പറയാൻ കാരണം x² ടേം ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വേരിയേഷൻ എക്സിൽ വന്നാൽ തന്നെ സ്ക്വയർ, അതിൻ്റെ മുകളിൽ എന്തുണ്ട് 3/2 എന്നുള്ള പവറും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ എന്താണ് വളരെ വലിയ അതായത് ഇത് കൂടുന്ന സമയത്ത് നല്ല രീതിക്ക് എന്ത് ചെയ്യും, പെട്ടെന്നായിരിക്കും എന്ത് കുറയാം, നമ്മളെ ബി കുറയാം. അതിന് കണക്കിലൊരു എക്സിൽ ഒരു ഗ്രാഫ് ഉണ്ട്. ഇത് അതായത് ഇത് 0 എന്ന് പറയുന്നത്. 0 എന്ന് വെച്ചാൽ സെൻറ്ററിലാണ് നിൽക്കുന്നത്, മാഗ്നറ്റ് സ്റ്റേഷനറി ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അന്നേരമായിരിക്കും മാക്സിമം എന്ത് കാണിക്കുക, ഡിഫ്ലക്ഷൻ കാണിക്കുക. ഇതിപ്പോൾ ഒരു ആംഗിളാണ്, ആംഗിൾ ഇൻ ഡിഗ്രി. ഇത് ഡിസ്റ്റൻസ് എക്സ്, ഇത് 60 ഡിഗ്രി, ഇതൊരു 50, 40, 30 വരെ മാക്സിമം എടുക്കുന്നില്ലോ. ഇതൊരു 2, 4 ഇവിടെയും, അതായത് ഇത് ഈസ്റ്റ്, ഇവിടെ ഇങ്ങനെ നെഗറ്റീവ് ഡയറക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് അതായത് പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് മാത്രം ഡയറക്ഷന്. 2, 4, 6 ഇവിടെയും 2, 4, 6. അപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എന്താ, ഇവിടെ ആയിരിക്കും മാക്സിമം ഇതെന്തുണ്ടാവുക, നമ്മളെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇത് കുറയും തോറും എന്താണ്, അപ്പോൾ അതിനിടയിൽ ഡിഫ്ലക്ഷൻ കുറഞ്ഞ് ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് എത്തി. ഓൾമോസ്റ്റ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നെഗ്ലിജിബിളായിട്ട് 0 അടുക്കൽ ആക്ച്വലി ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ വരെ ഗ്രാഫ് ആക്ച്വലി കാണിക്കുന്നില്ലോ. അതേപോലെ ഇവിടെയും സെയിം എഫക്റ്റ് തന്നെ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെയാണ് ആക്ച്വലി. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് ബേസിക്കലി നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടുമെന്ന് പറയുമ്പോൾ സെൻറ്ററിലെ മാക്സിമം ഈതർ സൈഡ്, അപ്പോൾ ഇങ്ങോട്ടേക്ക് പോയാൽ ഇങ്ങോട്ട്, അതായത് ഇതിന് ഈസ്റ്റേൺ സൈഡ്, അതായത് എന്താ പറയുക, ഇതിപ്പോൾ നോർത്ത് സൗത്ത്, ഇത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, ഇത് ഈസ്റ്റേൺ ഡയറക്ഷൻ, ഇത് വെസ്റ്റേൺ ഡയറക്ഷന്. അപ്പോൾ ഈതർ സൈഡിലേക്ക് ഈസ്റ്റിലും വെസ്റ്റിലും എങ്ങോട്ടേക്ക് പോകുമ്പോഴും ഈ വാല്യൂ കുറഞ്ഞ് വരണം. അതാണ് ബേസിക്കലി നമ്മൾ എയിം 1 കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഇനി അടുത്തത് എയിം 2 നമ്മൾ ഈ BH എന്ന് പറയുന്നത് എന്താണ്, എർത്ത് ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി BH നമ്മൾ ഈ സർക്കുലർ കോയിൽ അപ്പാരറ്റസ് വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പാരറ്റസ് എന്തൊക്കെയുണ്ട്, സർക്കുലർ കോയിൽ അപ്പാരറ്റസ്, പിന്നെ ബാറ്ററി, റിയോസ്റ്റാറ്റ്, ബാറ്ററി വേറെ റിയോസ്റ്റാറ്റ് വേറെ, അമ്മീറ്റർ എന്തിനായിരിക്കും, ആ കറണ്ടിൻ്റെ ഡിഫ്ലക്ഷൻ ആ ഒരു ചേഞ്ച് കാണേണ്ടിയിട്ട്. അതിനെ നമുക്ക് വേരി ചെയ്യാൻ ഈ അമ്മീറ്ററാണ് ബേസിക്കലി ഉപയോഗിക്കുക. കോമ്പസ് ബോക്സ്, കമ്മ്യൂട്ടേറ്റർ. ഈ കമ്മ്യൂട്ടേറ്റർ എന്താണെന്നില്ല ഞാൻ അതിലേക്ക് ഞാൻ വരാം, വിൽ കം ബാക്ക് ടു ദാറ്റ്. പിന്നെന്താ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധനമാണ് ഈ കമ്മ്യൂട്ടേറ്റർ. ഇതിൻ്റെ പ്രിൻസിപ്പിളും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി BH tan θ. അപ്പോൾ ബേസിക്കലി ഈ ഇക്വേഷൻ ഓർമ്മിക്കാം, μ0 Na²I / 2 × a² + x² ⁻³ 3 വരും. വലിയൊരു ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡിറൈവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ BH കിട്ടുമ്പോൾ μ0 എന്താണ്, ദാറ്റ് ഈസ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെ വാക്വം. N ആണ് ബേസിക്കലി
നമ്പർ ഓഫ് ടേൺസ്. നമ്മൾ അതിനെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വൈൻഡിങ്സ് നടത്തുമല്ലേ, ഏത് അതിൻ്റെ മുകളിൽ കുറേ ചുറ്റുകൾ ചുറ്റുമല്ലേ, അതിനാണ് ആ നമ്പറിനാണ് എൻ പറയുക. എ എന്തായിരുന്നു? എ ഈസ് ദ റേഡിയസ് ഓഫ് ദ കോയിൽ. ഇതാണ് സർക്കുലർ കോയിലെങ്കിൽ ഇവിടുന്ന് മുതൽ എടുത്താൽ ഈ ഡിസ്റ്റൻസാണ് എ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നുണ്ടാവില്ല, ഇതാ ഈ ഡിസ്റ്റൻസിനാണ് എ എന്ന് പറയുന്നത്. പിന്നെ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താ ബേസിക്കലി എക്സ് സ്ക്വയർ നോക്കണം. എക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ആ ഡിസ്റ്റൻസ് നമ്മൾ അങ്ങോട്ടേക്ക് വേരി ചെയ്യിപ്പിക്കുന്ന ഡിസ്റ്റൻസ്. നമ്മൾ ആ കോമ്പസ് നീഡിലെടുത്തിട്ട് അങ്ങോട്ടേക്ക് ആ ഡിസ്റ്റൻസ് ആണ് അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ 2, അതായത് ഒരു സ്കെയിൽ ഉണ്ടാവും, ഒരു 2, 4, 6 അല്ല, അതായത് 1, 2, 3, 4 അതിൻ്റെ ഇടയിൽ 10 ഡിവിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ 2 വെക്കണമെങ്കിൽ 2 അഡ്ജസ്റ്റ് ചെയ്ത്, ഇനി ഇപ്പോൾ ഇപ്പുറത്തേക്ക് ഈ വെസ്റ്റേൺ സൈഡിലേക്ക് പോകണമെങ്കിൽ വെസ്റ്റേൺ സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബേസിക്കലി അതാണ്. അപ്പോൾ അങ്ങോട്ട് വന്ന് ഡിസ്റ്റൻസാണ് ബേസിക്കലി എക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് BH = μ0 n² ഡിവൈഡ് ബൈ 2 × a² + x² ഹോൾ റൈസ് ടു 3/2 ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണോ ആ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ I/tan തീറ്റ, I കറൻറ്റ്, ടാൻ തീറ്റ. നമ്മൾ കുറേ ആംഗിൾ, ഡിഫ്ലക്ഷൻ ഇൻ ആംഗിൾസാണ് നമ്മൾ ബേസിക്കലി മെഷർ ചെയ്യുന്നത്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയില്ല. പക്ഷേ നമ്മൾ ബേസിക്കലി കുറേ വാല്യൂസ് എന്തിന് കാണും? മറ്റേ ഡിഗ്രിയിൽ കാണും. 59 ഡിഗ്രി, 61 ഡിഗ്രി, മറ്റേ 45 ഡിഗ്രി, 34 ഡിഗ്രി, 35 അങ്ങനെ കുറേ ആംഗിൾസ് കാണും. അപ്പോൾ ആംഗിളിലല്ല, അപ്പോൾ tan 35, tan 41. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക്കലി ഒരു ആവറേജ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ വാല്യൂം അതിന് കണക്കായിട്ട് മീൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കും. ഇതവിടെ കാര്യം പറയുന്നുണ്ട് 60 ഡിഗ്രി. ഓക്കെ, അതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ സെക്കൻഡ് തന്നെ റിസൾട്ട് ഒറിജിനൽ കോമ്പണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി BH = അതിന് യൂണിറ്റ് എന്താണ്? ടെസ്ല. ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് വരാം. ഓക്കെ, ഇതാണ് ബേസിക്കലി സെറ്റപ്പ്. ഇതെന്താ സാധനം? അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനൊരു സെറ്റപ്പിലായിരിക്കുമല്ലോ ഉണ്ടാവില്ല. ഇവരുടെ കുറേ വയറും കാണും, ഒരു റിയോസ്റ്റാറ്റും കാണും, ഒരു അമ്മീറ്ററും കാണും, ഒരു കീയും ഉണ്ടാവും, ഇതിനാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ബാറ്ററി പ്ലസ് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. ഈ സാധനമാണ്, ഈ സെറ്റപ്പാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക? ഇതിൻ്റെ മുകളിൽ നിന്നല്ല, നമ്മളെ ഇൻസ്ട്രുമെൻ്റാണ് ഈ കോമ്പസ് ബോക്സ് എന്ന് പറയുന്നത്. ആ സർക്കുലർ കോയിലിൻ്റെ അതെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഒരു പെട്ടി, ആ പെട്ടീൻ്റെ മുകളിൽ എന്തുണ്ടാവും? ഇങ്ങനൊരു, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ആർക്കാണ് ബേസിക്കലി. അതായത് നമ്മളിങ്ങനെ വരക്കുമല്ലോ ഒരു ആർക്ക് ഷേപ്പ്, താഴോട്ടേക്ക് പോകുന്ന ആ ആർക്ക് ഷേപ്പിലായിരിക്കും. ഇതാണ് മറ്റേ ആർക്ക് ഷേപ്പ് എന്നായിരിക്കുക. എന്താണ്? ഇങ്ങനെയാണ് ആർക്ക് ഷേപ്പ് നിൽക്കുന്നത്. അതായത് ഇങ്ങനെ, അത് ഇങ്ങനെ ഒരു 2D കാണിക്കാനില്ല, 3D ഇങ്ങനെ ഉണ്ടാകുന്ന ഷേപ്പ്. ആ ഷേപ്പിലായിരിക്കും നമ്മളെ ആ സർക്കുലർ കോവിൽ നിൽക്കുന്നുണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കോമ്പസ് ബോക്സ്, അതായത് ആ വാല്യൂസ് കാണിക്കുന്ന കോമ്പസ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പം, ഇത്ര വലുപ്പം നല്ല, സോറി അത് കുറച്ച് എക്സാജറേറ്റഡ് ആയിപ്പോയി. ഇത്ര വലുപ്പത്തിലുണ്ടാവും. ഇതിലെന്താണ്? 0, 0, 90, 90. അതിന് ശേഷം എന്താ? ഇവിടെ 10, 20, 30, 40, 50, 60, 90 വരെ. അതേപോലെ എന്താ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എന്തുണ്ടാവും? 10, 20. അതായത് കറക്റ്റ് എനിക്കറിയില്ല. 10, 20, 30, 40, 50, 60. അപ്പോൾ ഇവിടെ ഇപ്പോൾ 60 ഉണ്ടെങ്കിൽ ഇവിടെയും 60 ഉണ്ടാവും. അതേപോലെ അതിന് ബേസ്, അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50, ഇവിടെ 90 ബാക്കൗട്ടല്ലേ, ഇവിടെ ഒരു 80 ആണെങ്കിൽ ഇവിടെ 80. അങ്ങനെ പറഞ്ഞിട്ട് 2 റീഡിങ്സ് കാണാൻ പറ്റും. അതേപോലെ നടുക്ക് നമ്മൾ എന്തുണ്ടാവും? നമ്മളെ ഏത് ഫേസ് ചെയ്യുന്നുണ്ടാവും? ആ ഒരു ഇതിൻ്റെ ശരിക്കുള്ള മാഗ്നറ്റ് എന്താ? അത് ബേസിക്കലി നോർത്തും സൗത്തും കാണിക്കേണ്ടിയിട്ടായിരിക്കും. ബേസിക്കലി എനിക്ക് തോന്നുന്നത് അത് ഏതെങ്കിലും ഡയറക്ഷനിലായിക്കോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മളതിനെ ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ടൈം എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഫസ്റ്റ് കാര്യം, നമ്മളിതിനെ ഈ ഒരു സർക്കുലർ ഡിസ്കിനുള്ളിൽ, അതായത് ഈ ഒരു ആർക്ക് ഷേപ്പിലേക്ക് വെക്കുന്ന ടൈമിൽ നമ്മളെ, അതായത് സെറ്റപ്പ് ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു എറോ, അതായത് ഞാൻ കാണിക്കുന്ന വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് വെക്കുന്ന ടൈമിൽ എന്തായിരിക്കണം? ആ ഒരു 90, 90, അതായത് 90 നമ്മൾ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആംഗിൾസൊക്കെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. അത് നമുക്കിപ്പോൾ 61, 62, അതായത് ഇങ്ങനെ കാണിക്കില്ല. 60 കഴിഞ്ഞിട്ട് പിന്നെ 70, അതിൻ്റെ ഇടയിൽ 1, 2, 3, പിന്നെ ഒരു വലിയ, അതായത് 4, പിന്നെ 5, അത് 65, 66, 67, 68, 69, 70. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും റീഡിങ്സ് ഉണ്ടാവുക. പിന്നെ ഇവിടെ എന്തുണ്ടാവും? ഒരു പോയിൻ്റർ ഉണ്ടാവും. പോയിൻ്റർ എന്ന് പറയുമ്പോൾ 2 ആറോ ഉണ്ട്. പോയിൻ്റർ എന്നല്ല എൻ്റെ പേര്. ഇതൊരു അലൂമിനിയം നീഡിൽ നിന്നാണ് ഇതിനെ പറയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 90, 90 കണക്കായിട്ട്, അതായത് ഇതിങ്ങനെ ഉള്ളിൽ വെച്ച് അതിന് ശേഷം ഇവിടെയും 90, ഇവിടെയും 90. അതായത് ഞാൻ നോക്കുന്ന ടൈമിൽ ഇങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോൾ
ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് വെക്കുന്നതെങ്കിൽ ആ സാധനം ഇവിടെ വെച്ചിട്ട് അതായത് ഇതിൻ്റെ നേരെ ഡയറക്ഷൻ നോക്കുക, നേരെയല്ല, അതായത് ഇവിടെയും 90 ഡിഗ്രി ഇവിടെയും 90 ഡിഗ്രി. അതേപോലെ അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഇവിടെ ആയിരിക്കണം അപ്പോൾ ഇവിടെ 90 വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 90 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ 90 ആണ്, ഇവിടെയും ബേസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് 90 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്ത് വരണം, 0 0 എന്ന് പറഞ്ഞിട്ട് വരണം. ഇത് കറക്റ്റ്, അതായത് ഇങ്ങനെ 90 എങ്കിൽ ഇവിടെ 0, പിന്നെ ബാക്കിലും 0, ഈ രീതിക്ക് എന്താണ്, അതായത് ഇതെന്താണ് ബേസിക്കലി. അപ്പോൾ 0 0 എന്താ നിൽക്കുന്നുണ്ട്, ഈ ഒരു നമ്മൾ അലൂമിനിയത്തിൻ്റെ ആ നീഡിൽ, അതായത് ഇങ്ങോട്ട് 2 ആറോ ഉണ്ട്, ഒന്ന് മുന്നോട്ടേക്കും ബാക്കോട്ട്, 2 വാല്യൂസിന് ഇത് ആക്ച്വലി സൂചിപ്പിക്കൂ. ആ 2 ആറോസിനും കാണിക്കണം. അതായത് ഇത് 90 ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പാരലായിട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ 0 0, അതിങ്ങനെ ആറോ എന്താണ് നമ്മൾ എന്ത് കാണിക്കണം. ഇതിപ്പോൾ ബേസിക്കലി ചിലപ്പോൾ എന്താണ് കുറച്ച് എന്താണ് ചിലപ്പോൾ ഒരു 10 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 5 ഡിഗ്രി അല്ലെ ഇതിൻ്റെ ഇപ്പുറത്തോട്ടേക്ക് അങ്ങനെയൊക്കെ ആയിരിക്കലും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അഡ്ജസ്റ്റ് ആക്കണിട്ട് ഇത് ഓക്കെ, ഇതിവിടെ ഫിക്സ് ആക്കി വെച്ച് നമ്മൾ ഈ 90 ഫിക്സ് ആക്കി. ഇനി ഇത് അപ്പോൾ ആറോ എന്താണ് ഇപ്പോൾ ഒരു ഇത് 0 0 90 ഇങ്ങനെ ഫിക്സ് ആക്കിയിട്ട് നോക്കുമ്പോൾ നമ്മൾ ആറോ കുറച്ച് ഇങ്ങോട്ടായി പോയി. അതായത് അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ എത്തി, ഈ ഇത് ഇങ്ങോട്ട് അതായത് ടോർക്ക് ബേസിക്കലി ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇത് ഇവിടെ എത്തി, അതേപോലെ ഇത് ഇവിടെ എത്തി. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒന്നിക്കൽ ഇതിനെ ഇങ്ങോട്ടേക്ക് ചെരിക്കുക. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ ഞാൻ കാണിക്കുവാണ്. ബേസിക്കലി പറ്റുമെങ്കിൽ ഇതാ ഇത്രയൊന്നും ചെരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ മെല്ലെ മെല്ലെ ഇങ്ങോട്ടേക്ക് ചെരിക്കുക. അപ്പോൾ എന്താ ബേസിക്കലി ആറോ ഇങ്ങനെ, അതായത് നിങ്ങൾ മെല്ലനെ നീക്കിയാൽ ആ ഒരു എഫക്റ്റ് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആറോ അതായത് ഇങ്ങനെ നിന്ന് സാധനം ഇങ്ങനെ മെല്ലനെ എന്താ ആ ഒരു പ്ലേസിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഏകദേശം ഒരു അത് കറക്റ്റ് 0 കിട്ടണമെന്നില്ല, കാരണം ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ് ഒരുപാട് എറർ ഉണ്ട്. അപ്പോൾ ഒരു 1 ഡിഗ്രിയോ ഒരു ഏകദേശം ഒരു 0ൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ഉറപ്പിച്ചോ, അതിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നിക്കൽ 0 അല്ലെങ്കിൽ ക്ലോസ് ടു 0 കിട്ടാൻ ചാൻസ് കുറവാണ് ബേസിക്കലി, കാരണം നമ്മൾ കുറേ ശ്രമിച്ചിട്ടൊന്നും 0 ഒന്നും കിട്ടുന്നില്ല. അതായത് 0 ഒരു പ്രാവശ്യം നിൽക്കും, അതിന് ശേഷം കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് മാറിക്കളിക്കും. അതതിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റൽ എറർ, അതിൽ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും അതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ പരിധിക്ക് അപ്പുറം നിൽക്കുന്ന സാധനമാണ്. മാക്സിമം 0ൻ്റെ അടുത്ത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ശ്രമിക്കുക, അന്നേരം എററിനുള്ള ചാൻസ് കുറയും. അത്രയേ ഉള്ളൂ, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്ന് ഉറപ്പിച്ച ശേഷം അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ അതായത് നേരെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതായിരിക്കുമല്ലോ, കുറച്ച് ഇങ്ങോട്ടേക്ക് ഈ സാധനത്തിൽ നിന്ന് ചിരിക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമുക്ക്, ഈ ഒരു ആംഗിളിലാണ് അത് അതിൻ്റെ ഉള്ളിലത്തെ, അതായത് ഇങ്ങനെ ഇതിപ്പോഴിങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. അതിങ്ങനെ റെഡി ആയിട്ടില്ലതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ താഴെ ഒരു ചോക്കിനെ കൊണ്ട് ഇവിടെ ഒരു മാർക്കിങ് വരക്കും. അതായത് നമ്മൾ അഥവാ ഇന്ന് തട്ടിയിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആക്കേണ്ടിയിട്ടാണ്, ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പുറവും അപ്പുറവും ചോക്കും ഉണ്ട്, അവർ ജസ്റ്റ് ഒരു വര ഇങ്ങനെ വരക്കുക. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ അറേഞ്ച്മെൻറ്റ് വെച്ചതെന്നില്ല ഒരു സാധനം ഓർമ്മിക്കുന്നത്, ജസ്റ്റ് ചോക്ക് കൊണ്ടൊന്ന് വരച്ച് വെക്കുക. അങ്ങനെ ചെയ്യുന്ന കുറച്ചും കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം ഇതിൽ കുറച്ച് കണക്ഷൻസ് എല്ലാം കൊടുക്കേണ്ടതുണ്ട്. എന്താ നമ്മൾ ബേസിക്കലി കീയൊക്കെ ബേസിക്കലി കണക്റ്റഡ് ആയിരിക്കും. കീ എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനെ ഒരു പെട്ടി, കുഞ്ഞു പെട്ടി, ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ, പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരു സാധനം, പിന്നെന്താ ഇവിടെ ഒരു ഹോൾ പോലെ ഉണ്ടാവും. ഈ ഹോളിലേക്ക് ഇതാ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തുണ്ടാവും, ഒരു കീ ഉണ്ടാവും. ഇതിനെ നമ്മൾ കീയിനെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഒന്ന് അപ്പുറത്തോ ഇപ്പുറത്തേക്കോ ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റായി എന്ന് വെച്ചാൽ കീ ഈസ് നൗ ഇൻ കണക്ഷൻ. അപ്പോൾ ഈ കീ ആണ് ബേസിക്കലി എന്ത് കൊടുക്കുന്നത്, ഇത് ഈ ഒരു ചാബിയാണ് ബേസിക്കലി ഇതിനെല്ലാം ഒരു കണക്ഷൻ, ഈ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഈ കീ ഓണിലാണെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ നടക്കും. ഈ കീ ഓഫ് ആണെങ്കിലോ കറണ്ട് ഫ്ലോ നടക്കില്ല. ബേസിക്കലി നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ പീന് കണക്കിൽ നമ്മളിനി ബാറ്ററീൻ്റെ നമ്മളെ സർക്യൂട്ടിൽ കുറച്ച് ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം, അതായത് എന്താണ് ബേസിക്കലി ഈ ഒരു സാധനം കുറച്ച് വയറിനെല്ലാം കുറച്ച് കണക്ഷൻ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇതാണ് ബേസിക്കലി ബാറ്ററി എന്ന് വിചാരിക്കുക. ബാറ്ററി എന്ന് പറയുന്ന ഒരു കറുത്ത ഒരു പെട്ടി പോലത്തെ സാധനം, അത് കാണുന്ന വലിയ സുഖമൊന്നുമില്ല. അതിൻ്റെ ഇവിടെ ഒരു റെഡ് പോലത്തെ ഒരു മാർക്കിംഗ് ഉണ്ടാവും, ഇവിടെ ബ്ലാക്ക് പോലത്തെ മാർക്കിംഗ് ഉണ്ടാവും. റെഡ് പോലത്തെ മാർക്കിങ് പോസിറ്റീവ് ടെർമിനലും, പിന്നെ അതേപോലെ ബ്ലാക്ക് പോലത്തെ മാർക്കിങ് നെഗറ്റീവ് ടെർമിനൽ. ഇതാണ് ബേസിക്കലി കാണിക്കുന്നത്. അല്ലെങ്കിൽ റെഡ് മീൻസ് റെഡ് ഈസ് പോസിറ്റീവ്, ബ്ലാക്ക് ഈസ് നെഗറ്റീവ് ടെർമിനൽ. അതായത് ഇവിടെ ഇല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടില്ല, ഇത് റെഡും ഇത് ബ്ലാക്കാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ എന്താണ് നെഗറ്റീവ് ടെർമിനൽ ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. അതേപോലെ നമ്മളെന്താണ് ഇത്, അപ്പോൾ നമ്മൾ കണക്ഷൻ ബേസിക്കലി കൊടുക്കേണ്ടത് ഇവിടെയാണ് നമ്മളൊരു വയറിൻ്റെ എന്തുണ്ടാവും, വയറിൻ്റെ ആ ഒരു എന്താണ് ഇൻസുലേറ്റ് ചെയ്തവൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കോപ്പർ വയർ കാണുന്ന രീതിക്കുണ്ട്. ആ ഭാഗം ഇവിടെ നിന്ന് എന്താണ് നമ്മൾ പൊതുവെ +2 ചെയ്യുന്ന പോലെ നിന്ന് ഇതിൽ എന്താണ് വൈൻഡപ്പ് ചെയ്തിട്ട്, അതായത് വൂണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇതിൽ സാധനം നിന്ന് ടൈറ്റാക്കി വിടുക. അപ്പോൾ ഇതിവിടെ കണക്ഷൻ സെറ്റ്. അതിന് ശേഷം എന്താണ്, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഡയഗ്രാം വെച്ചിട്ട് ഒന്ന് നോക്കാം.
ഇത് എന്താണ്, ഇറ്റ്സ് എ കമ്മ്യൂട്ടേറ്റർ. 4 ഇതിനെന്തുണ്ട്, ബേസിക്കലി കമ്മ്യൂട്ടേറ്ററിന് വലിയ പേരുണ്ടെങ്കിലും ഒരു ഇതിൻ്റെ ആക്ച്വലി യൂസ് വരുന്നില്ല. ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ആക്ച്വലി ഇതിങ്ങനെ കാണാൻ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു സാധനം, അതിൻ്റെ മുകളിലും 2 നമുക്ക് നട്ടുണ്ട്, ബോൾട്ട് ഉണ്ട്, അതായത് നമുക്കിങ്ങനെ തിരിച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇതിൻ്റെ താഴെയും 2 എണ്ണം ഉണ്ട്, 2 ഇതേപോലത്തെ ഇതുണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി 1 2 3 4. അതാണ് ഈ ബേസിക്കലി 4 ഡോട്ട് കമ്മ്യൂട്ടേറ്ററിൻ്റെ 1 2 3 4 ടെർമിനൽസ് എന്നല്ല, അതിൻ്റെ എന്താണ് കണക്ഷൻ കൊടുക്കുന്ന ഏരിയാസ്. അപ്പോൾ ഇത് ബാറ്ററി ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക. ഇവിടെ ഇത് എന്താണ് ഡൗൺ ആയിട്ടുള്ള 2 അറ്റങ്ങൾ. അപ്പോൾ ഈ ഒന്നിലേക്ക് എന്ത് ചെയ്യും, ബാറ്ററീൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂട്ടറിന് താഴെ കണക്ട് ചെയ്യും ഒരു കണക്ഷൻ. അതാടെ എന്തായി, ഇപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ മറ്റേ ബാറ്ററി ആണെങ്കിൽ ബാറ്ററീൻ്റെ പോസിറ്റീവ് അപ്പോൾ ഒരു കണക്ഷൻ അവിടെ പോയി. അതേപോലെ ഈ അമ്മീറ്ററിൻ്റെയും എന്താണ് ഒരു വര പോയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അമ്മീറ്ററിൻ്റെയും, അതായത് അമ്മീറ്റർ ബേസിക്കലി ഇങ്ങനത്തെ ഒരു ബോക്സ് ആയിരിക്കും. ബോക്സിൽ ഇങ്ങനെ എന്താണ് ഡിഫ്ലക്ഷനൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ഇതായിരിക്കും എന്തുണ്ടാവുക, മറ്റേ 1 ആയിരിക്കില്ല, അതായത് ഇവിടെ 0.5 1 1.5 അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ അവിടെയും എന്തുണ്ടാവും, ഇവിടെ ഒരു റെഡ് കളറിലുള്ളൊരു ബട്ടൺ പോലത്തെയും ബ്ലാക്ക് കളറിലത്തെ ബട്ടൺ പോലത്തെയും. പോസിറ്റീവ് ടെർമിനൽ എന്തിലേക്ക് കണക്ട് ചെയ്യുക, ഇതിൻ്റെ താഴത്തെ കീയിലേക്ക് കണക്ട് ചെയ്യുക. ഇതൊരു കണക്ഷനായി. ഇനിയിപ്പോൾ ഈ 2 എണ്ണത്തിനെ കൊണ്ട് ഇതുവഴി കണക്ട് ചെയ്യേണ്ടത്, ഇത് ഞാൻ പറഞ്ഞ പോലെ മറ്റേ നമ്മൾ ഈ സർക്കുലർ കോയിൽ, അതായത് ഈ വുഡൻ മറ്റേ ബോക്സിലെടുക്കുക. അതിൻ്റെ താഴെ, അതായത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇതിൻ്റെ താഴെ എന്തുണ്ടാവും, ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാവും. ആ ചെറിയ സ്പേസിലേക്ക് എന്ത് ചെയ്യുക, അവിടെ കുറച്ച് സ്ക്രൂസ് കാണുന്നുണ്ടാവും. അതിൽ എന്ത് ചെയ്യുക, അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ ഇതിൻ്റെ 2 കണക്ഷൻ കൊടുക്കും. അതിന് അങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത് കാരണം എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ഇതിലേക്ക് സിസ്റ്റത്തിലേക്ക് എന്തെത്തുള്ളൂ, കറണ്ട് എത്തുള്ളൂ. നമുക്കിവിടെ ഒരു കറണ്ട് മറ്റേ എന്താണ് ഇൻഡ്യൂസ് ചെയ്തിട്ട്, അതായത് കറണ്ടിനെ കൊണ്ടുവന്നിട്ട് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിലെ ചേഞ്ചാണ് വരുത്തേണ്ടത്. സോ ആ കറണ്ട് വരണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ ഈ കമ്മ്യൂട്ടേറ്ററാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫസ്റ്റ് യൂസ് അതാണ്. ഒരു കറണ്ട് കോയിലേക്ക് ജനറേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യുക, ഈ 2 എണ്ണം കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ കണക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ഒരു കീ ഉണ്ടല്ലോ. അപ്പോൾ ഈ കീൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് സാധനങ്ങളും അധിക സാധനങ്ങൾ സീരീസ് തന്നെയാണ് കൊടുക്കുന്നത്, സീരീസ് കണക്ഷനിലാണ് കൊടുക്കുന്നത്. ഇനി ഈ ബാറ്ററീൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, ബാറ്ററീൻ്റെ നെഗറ്റീവ് ടെർമിനൽ കീൻ്റെ അതായത് ഇപ്പോൾ ഇവിടെ കീ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കീയിലേക്ക് അത് കീ എന്താണ് ഓഫായിട്ട് കിടക്കുന്നത്, അതിൽ ഒരു സ്ക്രൂയിലേക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ പോസിറ്റീവ് നമ്മളെ ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഒരു കണക്ഷൻ കൊടുക്കുക കീൻ്റെ. അത് ഇവിടെ റിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ടാവും. റിയോസ്റ്റാറ്റ് ബേസിക്കലി എന്താണ്, ഇങ്ങനെ റൗണ്ടായിട്ടുള്ള ഒരു മെഷീൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നല്ല കാണാൻ നല്ല രസമല്ല സാധനം. അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, അതിനിങ്ങനെ പേര് പറയാം, ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടും ബാക്കോട്ടേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിയോസ്റ്റാറ്റ് കാണാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. +2 റിയോസ്റ്റാറ്റൊക്കെ ചെയ്യാനുണ്ട്. ആ റിയോസ്റ്റാറ്റാണ് ബേസിക്കലി ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷന് എന്ത് ചെയ്യുക, അതിൻ്റെ നെഗറ്റീവ് അല്ലേനാ, റിയോസ്റ്റാറ്റിൻ്റെ നെഗറ്റീവ് കീ അല്ലേനാ. ഓക്കെ. റിയോസ്റ്റാറ്റിൻ്റെ എന്തുണ്ട്, റിയോസ്റ്റാറ്റിൻ്റെ മുകളിലൊരു കണക്ഷൻ, അതായത് മുകളിലൊരു സൈറ്റ് ഉണ്ട്, ഇതിൻ്റെ താഴെ ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ കീൻ്റെ വേറൊരു ഭാഗം എന്ത് ചെയ്യുക, ഈ റിയോസ്റ്റാറ്റിൻ്റെ താഴത്തെ ഭാഗമായിട്ട് കണക്ട് ചെയ്യുക. അതൊരു അടുത്ത കണക്ഷൻ. ഇത് കുറേ കണക്ഷൻസ് ഉണ്ട്, അതായത് ഇപ്പം തന്നെ കാണുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു സിസ്റ്റമാണ്, ഒരു സർക്യൂട്ടാണ് ഇത് ബേസിക്കലി. ഈ സർക്യൂട്ട് മര്യാദക്ക് എന്താണ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണക്ഷന് മര്യാദ കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് പോസിറ്റീവ് കൊടുക്കണം, അല്ലെങ്കിൽ നെഗറ്റീവെല്ലാം വെറുതെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിപ്പോൾ, അല്ലെങ്കിൽ സാധനം മര്യാദക്ക് പ്രവർത്തിക്കില്ല. അപ്പോൾ അത് ഉറപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ കറക്റ്റ് കണക്ഷൻസ് കൊടുക്കുക. അതേപോലെ ഇവിടെ എമ്മീറ്ററും കൂടി വെച്ചിട്ടാണ് ഇതല്ല എമ്മീറ്റർ. അപ്പോൾ എമ്മീറ്ററിൻ്റെ ഇത് ഞാനിപ്പോൾ ഏതൊരു പറഞ്ഞത് അതിൻ്റെ പോസിറ്റീവ് അല്ലേ ഇതിലേക്ക് കണക്ട് ചെയ്ത്. ഇനിയിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്, ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ അതാണ് ബേസിക്കലി ഈ ബ്ലാക്ക് കളറിൻ്റെ ആ ബോക്സ്, എന്തായാലും ബ്ലാക്ക് കളർ ആ മറ്റേ ബട്ടണ്, അതെന്തിലേക്ക് കണക്ട് ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു മുകളിലത്തെ ഭാഗത്ത് റിയോസ്റ്റാറ്റ് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും പറയാനൊന്നുമില്ല. അതിൻ്റെ താഴത്തെ ഭാഗത്ത് കണക്ഷന്, മുകളിലത്തെ ഭാഗത്ത് കണക്ഷന്. കീൻ്റെ ഭാഗത്തെ കണക്ഷൻ എന്ത് ചെയ്യുക, താഴത്തെ റിയോസ്റ്റാറ്റിൻ്റെ താഴെ കൊടുക്കുക. അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലെ കണക്ഷന് റിയോസ്റ്റാറ്റിൻ്റെ മുകളിൽ കൊടുക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് സർക്യൂട്ട് ഡയഗ്രം ഏകദേശം തീർന്നിട്ടുണ്ട്. ഇത്ര കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇതൊരു ചുരുണ്ട് കിടക്കുന്നൊരു സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് തിരിക്കുമ്പോൾ എന്താണ് കംപ്ലീറ്റ്, അതായത് ഇതിൽ ഏതെങ്കിലും തിരിക്കുന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് വയർ സ്ട്രെയിൻ ആയിപ്പോൾ. അതുകൊണ്ട് പരമാവധി സാധനങ്ങളൊന്നും നീക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വയേഴ്സിലാകെ ഒരു
ഇത്ര ഡിസ്റ്റൻസ്, അതായത് ഏകദേശം ഇത്ര ഡിസ്റ്റൻസൊക്കെ ബേസിക്കലി ഓരോ വയർസ് ഉണ്ടാവുമല്ലോ. അതായത് ഒരു വയർ ഇവിടെ കൊടുത്ത് അടുത്ത വയർ അടുത്തത്, അപ്പോൾ ഇത്ര കുഞ്ഞ് ഷോർട്ടായിട്ടുള്ള വയർസാണ് ബേസിക്കലി ഇതിൻ്റെ സർക്യൂട്ടിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുക ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനെയാണ് ബേസിക്കലി കണക്ഷൻ കൊടുക്കുന്നത്. ഈ കണക്ഷനെല്ലാം മര്യാദ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, കണക്ഷൻ കൊടുക്കുമ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കാര്യം ഓർമ്മിക്കുക. നമ്മളെന്താണ് ഇതിവിടെ 90 എത്തിക്കുക. അന്നേരം ഒന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ ബാക്കിയെല്ലാം കണക്ഷൻ കൊടുത്തു, പക്ഷേ ഒറ്റ കാര്യം മാത്രമായിരിക്കും ഇവിടുത്തെ കീ എന്ത് ചെയ്യരുത്, കീ ഉള്ളിലേക്ക് കണക്ട് ചെയ്തു, അതായത് കീ ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് തിരിച്ചു വെക്കാൻ പാടില്ല. അഥവാ പ്രസ് ചെയ്ത് തിരിച്ചു വെച്ചാൽ ആ സാധനം എന്ത് ചെയ്യുക, അൺസ്ക്രൂ ചെയ്തിട്ട് അതിനെ പുറത്ത് വെക്കുക. കാരണം കീ ഇതിൽ ഇട്ടതാണെങ്കിൽ എന്താണ്, ഇതിലൂടെ കറണ്ട് ഒഴുകുന്നതാണ് അർത്ഥം. കീ ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, സർക്യൂട്ടിന് ഇത് ഇപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യില്ല, ഇതിപ്പോൾ കീ തുറന്നിട്ടില്ലെങ്കിൽ ഇതിലൂടെ കറണ്ട് ഒഴുകൂല. അതായത് സർക്യൂട്ട് അപ്പോൾ ഇൻകംപ്ലീറ്റ് ആണ്. സർക്യൂട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, കീനുള്ളിൽ ഇടണം. അതാണ് ബേസിക്കലി നമ്മൾ പൊതുവേ ഇപ്പം ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു സാധനം കാണാറില്ല. ഇതാണ് ദിസ് ഇസ് കീ ഓപ്പൺ ആണെങ്കിൽ അവസ്ഥ. പക്ഷെ എന്താ അതിനിപ്പോൾ താഴെ ഇട്ട് കഴിഞ്ഞാലോ, അപ്പോൾ എന്തായി, കീനപ്പോൾ താഴെ ഇട്ട്, അങ്ങനെ ആകുമ്പോൾ എന്തായി ആ ഒരു ഉള്ളിൽ, അപ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ കറണ്ട് പോകുന്നതിൻ്റെ കറണ്ട്, അപ്പോൾ ഇവിടെ എന്താ ഇത് കീ മുകളിലേക്കല്ല അവസ്ഥയിൽ കാണിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് നോ കറണ്ട് ഫ്ലോ. പക്ഷെ ഇവിടെ എന്താ, കീനെ പൂട്ടിക്കഴിഞ്ഞാൽ അത് ഇതിനുള്ളിലിട്ട് ഇതിനെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് അല്ല ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ കീന് എന്ത് ചെയ്യാൻ പാടില്ല, ഉള്ളിലിടാൻ പാടില്ല, അതിനെ പുറത്തിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സാധനം ഞാൻ പറഞ്ഞ പോലെ ഇത് 0 എത്തി നിൽക്കുന്നുണ്ടോ നോക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് റെഡിയായ ശേഷം ഇനി ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നമ്മളെ കീ ഇടുക. കീ ഇടുമ്പോൾ എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയും, ഇത് 0 90 0 നിൽക്കുന്നത്. ഇതൊരു 10 ഡിഗ്രി എന്നായിരിക്കും. അപ്പോൾ എന്തായാലും കറണ്ട് വരുമ്പോൾ ചെറിയൊരു ഡിഫ്ലക്ഷൻ കാണും. അപ്പോൾ ചെറിയൊരു ഡിഫ്ലക്ഷനായിട്ട് ഇതിപ്പോൾ ഇവിടെ ഒരു 10 ഇവിടെ ഒരു 10, ഇത് കുറച്ചൊരു ഏകദേശം ഒരു 10 ഇങ്ങനെ ഡിഫ്ലക്ട്, അത് 10 ആണ് നിർബന്ധമല്ല, പക്ഷേ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ എന്തായിരിക്കണം, കമ്മ്യൂട്ടേറ്റർ ബേസിക്കലി ഓഫ് ആയിട്ടായിരിക്കണം. അതിനൊരു ലീവർ ഉണ്ടാവും. ഇതാണ് ബേസിക്കലി കമ്മ്യൂട്ടേറ്ററെങ്കിൽ അതിന് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു ലീവർ ഉണ്ടാവും. ഒന്നിക്കൽ അങ്ങോട്ടേക്ക്, അതായത് ഇവിടെ എന്താണ് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിന്ന് പോവും, അവിടുത്തെ വരെ ഫിക്സ് ആക്കി വെക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക്. അതായത് ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഓഫ് പൊസിഷന്, അങ്ങോട്ടേക്ക് ആക്കുന്നതാണ് കമ്മ്യൂട്ടേറ്ററിന് ഓൺ ആക്കുന്ന പൊസിഷന്. അതായത് ബേസിക്കലി കറണ്ടിനെ റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഞാൻ കമ്മ്യൂട്ടറിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. കമ്മ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ ഞാൻ ഇതുവരെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ അത് ഞാൻ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ആക്ച്വലി നല്ല ഇൻട്രസ്റ്റിംഗ് ആയൊരു സാധനമാണ്. അപ്പോൾ ഇതിപ്പോൾ ലീവർ ഇപ്പോൾ ഓഫായിട്ടാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് ലീവർ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്, ഈ ഒരു ഡയറക്ഷനിലൊക്കെ നിൽക്കുന്നെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ഓഫാണ്. ബേസിക്കലി കംപ്ലീറ്റ് ഓഫാണെന്ന് ഉറപ്പ് വരുത്തുക. അതിന് അങ്ങോട്ടേക്ക് തിരിക്കുമ്പോഴാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ആ സാധനം ഓൺ ആവുന്നത്, കമ്മ്യൂട്ടേറ്റർ ഓൺ ആവുന്നത്, ഓൺ ഓഫ്. ബേസിക്കലി ജസ്റ്റ് ലീവർ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓണും ഓഫ് വെക്കാൻ പറ്റുന്ന സിമ്പിൾ സിസ്റ്റമാണ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ ഓഫാന്ന് ഉറപ്പ് വരുന്നത്. ഇത് 10 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിയോസ്റ്റാറ്റ്, ഇപ്പോൾ ഈ റിയോസ്റ്റാറ്റിൽ ഈ ഒരു അറ്റത്ത് മാക്സിമം റെസിസ്റ്റൻസ് ആയിരിക്കും. മാക്സിമം റെസിസ്റ്റൻസ് അതായത് ഈ സാധനം, അതായത് ഇവിടെ നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം ഇവിടെ നിൽക്കുന്നെങ്കിൽ മാക്സിമം R ആയിരിക്കും. അതായത് I=IR എന്നല്ലേ, അപ്പോൾ I=V/R. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. അപ്പോൾ മാക്സിമം റെസിസ്റ്റൻസിലെടുത്ത് കറണ്ട് എന്തായിരിക്കും, I=മിനിമം ആയിരിക്കും വെൻ R max. അതായത് ഇവിടെ എത്തുന്ന സമയത്ത് മാക്സിമം കറണ്ട് ആയിരിക്കും. എന്തുകൊണ്ടാണ്, അവിടെ റെസിസ്റ്റൻസ് മിനിമമാണ്. അപ്പോൾ ഇവിടെ I max ആയിരിക്കും, മാക്സിമം കറണ്ട് ആടി ഉണ്ടാവുക. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതിപ്പോൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ 0 നിൽക്കുന്നെങ്കിൽ മാക്സിമം, ഇതിനിപ്പോൾ ഒരു 2 ആണ് ഇതിൻ്റെ മാക്സിമം, 2 ആംപിയറാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ എങ്കിൽ മാക്സിമം വാല്യൂവിൽ കൊണ്ടുപോയി നിൽക്കും. എവിടെ റിയോസ്റ്റാറ്റിൻ്റെ ആ സാധനം അവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ് നിൽക്കുന്നെങ്കിൽ മാക്സിമം കറണ്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതേ സ്ഥാനത്ത് ഇവിടെ വെക്കുന്നെങ്കിൽ അപ്പോൾ എന്താ ഇത് ഇനിയും കുറഞ്ഞ് 0 ആവുമെന്ന് സംശയം. പക്ഷേ കുറച്ചൊരു കറണ്ട് എന്തായാലും ബാക്കിയാണ്, ഇൻസ്ട്രുമെൻ്റ് എററാണ്. അപ്പോൾ ഒരു 0 അല്ലെങ്കിൽ 0.05, അതായത് ബേസിക്കലി നമ്മളെ വാല്യൂസ് കൂടുന്ന 0.05, അപ്പോൾ എന്താണ് 0.10 ആംപിയർ, അങ്ങനെ 0.15, 0.20, 0.25, നമ്മൾ മാക്സിമം 0.30, 0.35, നമ്മൾ മാക്സിമം 0.40 വരെയൊക്കെ മാക്സിമം എടുത്തിട്ടല്ലോ ഇതിൻ്റെ റീഡിങ്സ്. അപ്പോൾ 2 പെട്ടി വരയ്ക്കാനുണ്ട്. ഇതിൽ രണ്ടാമത്തെ പെട്ടിയാണ് ഞാൻ ഈ പറഞ്ഞ ഈ റീഡിങ്സ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ പെട്ടി നോക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എന്താ, ഇതിപ്പോൾ റിയോസ്റ്റാറ്റിനെ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ റിയോസ്റ്റാറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ, അതായത് അതിനൊന്ന് മുന്നോട്ട് ബാക്കോട്ടേക്ക് ആക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ഏതോ ഒരു പോയിന്റിൽ ഏതൊരു കറണ്ടിലെത്തുമോ ആ കറണ്ട് ബേസിക്കലി എന്ത് ചെയ്യുക, ആ കറണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ എന്താണ് 0 90 ഇവിടെ ഒരു 60 ഉണ്ടെന്നായിരിക്കും. ഇത് കുറച്ച് എന്താണ് ചെറുതായി പോയി, എന്താണ് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഏകദേശം 60, അതായത് 60, പിന്നെ ഇവിടെ 61 ഒക്കെ ഉണ്ട്, 59 പ്രശ്നമില്ല. ഏകദേശം ഒരു 3 to 4% എറർ എന്തായാലും വരിക. 3 to 4 യൂണിറ്റ്സ്, അതായത് അങ്ങോട്ടായിപ്പോലും ഇങ്ങോട്ടായിപ്പോലും പ്രശ്നമില്ല.
പക്ഷേ ഏകദേശം റേഞ്ച് അതിലും കൂടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ എന്തോ പേഴ്സണൽ എറർ വരുത്തിയിട്ടുണ്ടെന്നാണ്. ഏകദേശം ഒരു 60 ചിലപ്പോൾ 60 കിട്ടുന്നില്ല, 60 നിൽക്കും, പക്ഷേ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്താൽ അപ്പോൾ ചിലപ്പോൾ 61 അല്ലേ. അതായത് 2 റീഡിങ്സ് എടുക്കുമ്പോൾ അതായത് പിന്നെ ഒരു വേറെ പ്രശ്നം ഈ നീഡിൽ എന്തായിരിക്കും വളഞ്ഞിട്ടൊക്കെ ഉണ്ടാവുക. അതായത് ഇത് റീഡിങ്സ് എടുക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം വിട്ടുപോയി. നമ്മളിങ്ങനെ നോക്കുന്ന ടൈമിൽ എന്താണ് ഇവിടെ ഈ കോമ്പസ് ബോക്സിന് താഴെ ഒരു മിറർ വെച്ചിട്ടാണ്. മിററിൽ എന്താണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ ആരോ, അതായത് ഈ നീഡിൽ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ നോക്കുന്ന ടൈമിൽ റീഡിങ്സ് എടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യണം, ആ റിഫ്ലക്ഷൻ താഴെ കാണാൻ പാടില്ല. അതെന്തായിരിക്കണം, കോയിൻസൈഡ് ചെയ്താണ്. അതായത് ഇതിൻ്റെതും അതിൻ്റെ റിഫ്ലക്ഷൻ, അതായത് ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിഫ്ലക്ഷനിൻ്റെ തൊട്ട് താഴെ വരുന്നത്. നമ്മളിങ്ങനെ ഹ്യൂമൺ ഐനെ കൊണ്ട് ഇതിപ്പോൾ ഞാൻ ഐനെ വരച്ച് നോക്കുമ്പോൾ എന്താ, അതായത് ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈ അല്ലെ ഇത് പോട്ടെ, ഇതാ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ബേസിക്കലി എൻ്റെ മറ്റെന്താണ് നീഡിൽ. ഈ നീഡിലിൻ്റെ മുകളിൽ ഞാൻ ഇതിങ്ങനെ വെച്ച് ഇതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ റീഡിങ്സ് എടുക്കുന്നെങ്കിലുണ്ട്, ഇത് റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ പെർഫെക്റ്റ് എന്ത് കാണുന്നില്ല, അതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നില്ല. ഇങ്ങനെ ആയിരിക്കണം. ഇവിടെ എന്താണ് നിങ്ങൾ റീഡിങ്സ്, അതായത് ഇവിടെ 60 ഇങ്ങനെ, അതായത് ഇതിൻ്റെ റിഫ്ലക്ഷൻ താഴെ കാണുന്നില്ലെങ്കിൽ ആ റീഡിങ്സ് ആയിരിക്കണം എടുക്കേണ്ടത്. അതായത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഈ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഞാൻ പറയാൻ കാരണം അത് നമ്മളെ ആ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഐസൈറ്റിൻ്റെ ബേസിക്കലി എന്താണ് കുറച്ചൊന്ന് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 60 കാണിക്കുന്ന സാധനം ചിലപ്പോൾ ഒരു 5 ആയിരിക്കും നിൽക്കുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരു കാണുമോ. അപ്പോൾ ബേസിക്കലി എന്താ ഇങ്ങനെ നോക്കുക, മുകളിൽ നോക്കുക, എന്താണ് അതിൻ്റെ റിഫ്ലക്ഷൻ താഴെ കാണാൻ പാടില്ല. ആ രീതിക്ക് നീഡിൽ അഡ്ജസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, റീഡിങ്സ് ഇവിടെ 60, ഇവിടെ 60, 61, 60 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റീഡിങ്സ് എടുക്കുക. ഇത് ഞാൻ കണക്ട് ചെയ്തില്ലെങ്കിൽ ഫോണിൽ ചാർജ് ചെയ്ത് ഓക്കെ. അങ്ങനെ എടുത്തിട്ട് ഇനി എന്ത് ചെയ്യുക, ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 60 ഡിഗ്രി എത്തുമ്പോൾ എന്ത് ചെയ്യുക, ആ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെയാണ് അത് നിങ്ങൾ എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അതിപ്പോൾ 0.2 എന്ന് തൽക്കാലത്തേക്ക് വിചാരിക്കും. 0.2 0.2 ആംബിയറിലാണ് അത് എത്തിയത്. ഞാൻ വെറുതെ ഒരു വാല്യൂ പറയാം, 0.2. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, 0.2 എന്നുള്ള വാല്യൂ ഫിക്സഡ് ആയിട്ട് വെക്കുക. പിന്നെ കറണ്ടിന് അപ്പോൾ എന്ത് ചെയ്യുക, ഈ സാധനം ഫിക്സഡ് ആയിട്ട് വെക്കുക. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ കറണ്ടിനെ പിന്നെ മാറ്റാൻ പാടില്ല. അത് പിന്നെ ആ റിയോസ്റ്റാറ്റ് പിന്നെ അവിടെ നിന്ന് വെറുതെ ഒന്ന് തൊട്ട് കളിക്കാൻ പോലും പാടില്ല. അതവിടെ ഫിക്സഡ് ആണ്, ഫിക്സഡ് ആക്കി വെക്കുക. കറണ്ടിനെ ഫിക്സഡ് ആക്കി വെക്കുന്നതാണ് ഈ ഫസ്റ്റത്തെ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ബേസിക്കലി നമ്മൾ കറണ്ടിൻ്റെ വേരിയേഷൻ കാണിക്കുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് കറണ്ട് ഈസ് ഫിക്സഡ് ഹിയർ. കറണ്ട് ഈസ് നോട്ട് വേരിയബിൾ. നമ്മൾ ജസ്റ്റ് ആംഗിൾ മാത്രം, അതായത് ആംഗിളിലെ ഡിസ്റ്റൻസ് മാത്രം ഇവിടെ മാറ്റുന്നില്ലോ. എന്ത് മാറ്റുന്നില്ല, നമ്മളിത് മാറ്റുന്നില്ല. ഇതിൻ്റെ പേരെന്തായിരുന്നു, നമ്മളെ കറണ്ട് മാറ്റുന്നില്ല ഇവിടെ. അപ്പോൾ കറണ്ട് ഫിക്സ് ആക്കി വെച്ചിട്ട് ഇനി എന്ത് ചെയ്യുക, 60 ശേഷം ഇനി ഇതിപ്പോൾ 60 നിൽക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏകദേശം ഒരു 6 ഞാൻ പറയില്ല. ഇപ്പോൾ സീറോ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, ആ സർക്കുലർ കോയിൻ്റെ അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലാണ് ബേസിക്കലി ഉള്ളത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ആയിരിക്കും മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ്. ആ ഡിഫ്ലക്ഷൻ മാക്സിമം കാണാൻ പറ്റും എവിടെയാണ്. അത് നമ്മൾ ഡിഗ്രിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ 59, 57 ഒക്കെ ഇതൊന്നും മറ്റേ സെൻറ്റിമീറ്ററല്ല, ഇത് എന്താണ് ആംഗിളാണ്. ദിസ് ഇസ് ബേസിക്കലി ആംഗിൾ ഇൻ ഡിഗ്രി. അപ്പോൾ ഏകദേശം ഒരു 60 അടുത്തൊക്കെ 59, 57. അപ്പോൾ എന്താ, അപ്പോൾ അത് ഫസ്റ്റ് സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 2 റീഡിങ്സ് കാണിക്കും. അതായത് ഇവിടെ ഒരു റീഡിങ്, ഇവിടെ ഒരു റീഡിങ്. ചിലപ്പോൾ ഞാൻ പറയില്ല അതായത് ഒരു നീഡിൽ കറക്റ്റ് റീഡിങ് കാണിക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ മറ്റേ നീഡിൽ ചിലപ്പോൾ ഒടിഞ്ഞിട്ട് ബെൻഡായിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് 60 കാണിക്കേണ്ട ചിലപ്പോൾ സമയത്ത് ഇങ്ങനെ, അതായത് വളഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ 60 ഉണ്ടാക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇൻസ്ട്രുമെൻ്റ് അല്ല, ഞാൻ പറയില്ല, അതൊന്നും നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പോൾ അത് നോട്ട് ചെയ്ത് ചിലപ്പോൾ ഡിഫറെൻറ്റ്. ഇപ്പോൾ 59 തന്നെ വരണമെന്ന് എന്താ നിർബന്ധമില്ല. കാരണം ഇൻസ്ട്രുമെൻ്റ് എറർ ഉണ്ട്. അപ്പോൾ 59, 57 ഒക്കെ ആവാം. അതിന് ശേഷം ഇതെന്താ, ഈ 3 and 4 എന്താ 1 and 2 റീഡിങ്സ് ഉണ്ട്. അപ്പോൾ 3rd and 4th റീഡിങ്സ് ആണ്. അത് ഇത് ഈസ്റ്റേൺ സൈഡാണ്. ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുമ്പോൾ ഇത് ഈസ്റ്റ് ആണെങ്കിൽ ഇവിടെ പിന്നെ എന്താണ്, ഇതിന് പിന്നെ അങ്ങനെ ഈസ്റ്റും വെസ്റ്റ് ഒന്നുമില്ല. കാരണം എന്താ, കറക്റ്റ് നടുവിൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്താ ഈസ്റ്റ് വന്നതിന് വെസ്റ്റ് വന്നതിന് ഇറ്റ് ഇസ് ദാറ്റ് സെൻറ്റർ ഇറ്റ് സെൽഫ്. സോ ഇറ്റ് ഹസ് നോ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടുമ്പോഴാണ്, അതായത് 3 പിന്നെന്താ 4, 5, 6, 7 4, 5, 6, 7, 8 ആണല്ലോ, അങ്ങനെ എടുക്കുക. അതേപോലെ ഇവിടെയും 3, 4, 5, 6, 7, 8 എന്ത് ചെയ്യുക, 8 ഇവിടെ 8 വരെയല്ല 7 വരെയല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. മാർക്കിംഗ് 0 ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഈ റീഡിങ്സ് എല്ലാം എടുക്കുക. അതിന് ശേഷം അടുത്തത് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക,
ഇവിടുത്തെ ഇതൊന്നും മാറ്റാൻ പാടില്ല, ഈ സാധനത്തിന് നീക്കരുത്, ഇവിടെ ഒന്നും മാറ്റരുത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നമ്മളെ ആ സർക്കുലർ കോയിൽ വെച്ചിട്ട് ഇവിടെ ആയിരിക്കും നടുക്കായിരിക്കും നമ്മളെ മാഗ്നറ്റ് വെച്ചിട്ടുണ്ടാവുക, ആ കോമ്പസ് ബോക്സ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തുണ്ടാവും, ഒരു വുഡൻ കഷ്ണങ്ങൾ, ഈ 2 വുഡൻ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നീക്കുക. അപ്പോൾ എന്തുണ്ട് ഇവിടെ ഇങ്ങനെ, അതായത് ഇപ്പോൾ 0 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ഡോട്ട് കുത്ത് പോലെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എന്തുണ്ടാവുക, ആ സാധനം അതിൻ്റെ എന്താ പറയേണ്ടത്, ആ മെഷറിങ് സാധനം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് രണ്ടും, അതായത് ഇങ്ങനെ അടുപ്പം എല്ലാം നീക്കി കഴിഞ്ഞാൽ അത് എന്ത് വരും, 3ലേക്ക് വരും. ആ റീഡിങ്സ് എല്ലാം കറക്റ്റ് കാണാൻ പറ്റും. 3, 4, 5, 6 അതൊന്നും വലിയ സീനില്ല. എന്ത് ചെയ്യുക, അതിനെ മാറ്റുക. അതിനുശേഷം ആ വേരിയേഷൻസ് നോട്ട് ചെയ്യുക. അപ്പോൾ ബേസിക്കലി നമ്മൾ ഞാനെന്താ ഗ്രാഫിൽ എന്താ പറഞ്ഞത്, ഇവിടെ ആയിരിക്കും 60 ഡിഗ്രിയിലായിരിക്കും മാക്സിമം, പിന്നെ ഇങ്ങനെ കുറഞ്ഞ് ആംഗിൾ കുറയും തോറും കുറഞ്ഞ്, അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആംഗിൾ കുറയും, ഇങ്ങോട്ടേക്കും ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആംഗിൾ കുറയും. അപ്പോൾ ആംഗിൾ കുറയുന്നുണ്ടോ, 59, ഇത് 3 സെൻറ്റിമീറ്ററിൽ 50, 45 അല്ല 48, 45, 41, 7 സെൻറ്റിമീറ്റർ ഒക്കെ ആയപ്പോൾ ഓൾമോസ്റ്റ് 35 ഡിഗ്രി. മാക്സിമം 60 ഡിഗ്രി ടു 30 ഡിഗ്രി റേഞ്ചിൽ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ താഴോട്ടും പോകാൻ പാടില്ല, ഇതിൻ്റെ മേലോട്ടും പോകാൻ പാടില്ല. ഇതിൻ്റെ റീസൺ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ ഈ ഒരു റേഞ്ചിൽ മാക്സിമം വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു റേഞ്ചിലാണ് ബേസിക്കലി നമുക്ക് ആ എഫക്റ്റ് കാണാൻ പറ്റില്ല. ഇങ്ങോട്ട് അതായത് ഇപ്പോൾ 30ലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് ഇതിൻ്റെ എഫക്റ്റ് നെഗ്ലിജിബിൾ, 0 ആയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ആ ഡിസ്റ്റൻസ് ഒന്നും എടുക്കാതെ, അല്ല ആ ഒരു ആംഗിൾസ് നമ്മൾ എടുക്കാതെ ബേസിക്കലി 60 to 30 എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ആ വാല്യൂസ് മാത്രം നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈസ്റ്റേൺ സൈഡുണ്ട്, വെസ്റ്റേൺ സൈഡുണ്ട്. അപ്പോൾ എന്താ 1 and 2. അപ്പോൾ എന്താ ഈസ്റ്റേൺ സൈഡിലും, അതായത് കംപ്ലീറ്റ് ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഈസ്റ്റേൺ സൈഡ് കംപ്ലീറ്റ് എടുക്കുക, അത് എടുത്ത ശേഷം കംപ്ലീറ്റ് വെസ്റ്റേൺ സൈഡും എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 0 ഡിഗ്രി, ഞാൻ ഒന്നിനെ മാത്രം ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ സ്വന്തം ചെയ്യാം. ഇപ്പോൾ 0 ഡിഗ്രിയിൽ 1 and 2 എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു റീഡിങ്, ഇവിടെ ഒരു വേറൊരു റീഡിങ്. അപ്പോൾ ഈ 3 and 4 കാണാനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു റിവേഴ്സ് ദ കറൻറ്റ്. അപ്പോൾ കറൻറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റേണ്ടിയിട്ടാണ് എന്താ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ കറണ്ട് ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഈ കമ്മ്യൂട്ടേറ്ററിനെ റിവേഴ്സ്, അതായത് ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ലീവർ ഇങ്ങോട്ടേക്ക് തിരിച്ച് എന്ത് സംഭവിക്കും, കറണ്ട് വേറെ നേരെ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും. അതായത് ബേസിക്കലി കമ്മ്യൂട്ടേറ്റർ നമ്മളെ പണിയൊന്ന് എളുപ്പമാക്കി തരാൻ, നമ്മൾ വെറും മടിയന്മാരാണല്ലോ, അപ്പോൾ നമ്മളെ പണിയൊന്ന് എളുപ്പമാക്കി തരേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്. ശരിക്കും കമ്മ്യൂട്ടേറ്റർ ഇല്ലാണ്ടു നമുക്കിപ്പോൾ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ റിവേഴ്സൈഡിൽ, അപ്പോൾ റിവേഴ്സൈഡിൽ കറണ്ട് എന്തിനാണ് എടുക്കുന്നത്, കറണ്ടിന് എന്തിനാണ് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യം, അത് എറർ കൊടുക്കേണ്ടിയിട്ടാണ്. ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന എററും പിന്നെ ഇൻസ്ട്രുമെൻറ്റ് കാരണം ഉണ്ടാകുന്ന എറർ കുറക്കേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കളയുന്നത്. അതായത് ഇങ്ങനെ അത് മറ്റേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്ന കറണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷനിലേക്ക് എടുക്കും. അതായത് ഇങ്ങോട്ടേക്ക് ക്ലോക്ക് വൈസ്, അങ്ങോട്ടേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നല്ല. ഓക്കെ, അപ്പോൾ എന്താ അങ്ങനെയാണ് ബേസിക്കലി പറയുന്നത്. ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ലീവർ അങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ബേസിക്കലി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മളിപ്പോൾ എന്താണ് വാല്യൂസ്, ഇതിപ്പോൾ ഒരു 60 ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, ഈ കമ്മ്യൂട്ടേറ്റർ തിരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യും, വേറെ വാല്യൂവിൽ വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പാടില്ല. കമ്പ്യൂട്ടർ തിരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ആയി പോകും, പക്ഷേ വാല്യൂവിൽ വലിയ വേരിയേഷൻ വരാൻ പാടുണ്ടോ ഇല്ല. അപ്പോൾ ഈ സാധനം നേരെ ഇതിങ്ങനെ വളഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ വരണം. അതായത് ഇതിപ്പോൾ ഒരു A B എന്ന് കാണിക്കുവാണെങ്കിൽ ഇതാ, അപ്പോൾ A ഇവിടെ എത്തിയിട്ടുണ്ടാവും, B ഇവിടെ എത്തിയിട്ടുണ്ടാവും. 60 ഓൾമോസ്റ്റ് ഇത് നമ്മൾ എന്താണ് ഇതിൻ്റെ തിയറി പ്രകാരം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറണ്ട് കമ്മ്യൂട്ടേറ്റർ വെച്ചിട്ട് അതിനെ എന്താണ് ഇതാക്കിയിട്ട് അതിൻ്റെ കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തിരിച്ചിട്ട് വരുമ്പോഴും ഓൾമോസ്റ്റ് 60 അല്ലെങ്കിൽ 60-61 ആ റേഞ്ചിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കണം. ഇതാ 59, 57, 59, 50. അതായത് എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒരു റീഡിങ്സ് നോട്ട് ചെയ്ത് അതിന് ശേഷം കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യുക, തിരിക്കുക. അപ്പോൾ അതിനാണ് കയറ്റി അതിങ്ങനെ വളഞ്ഞിട്ട് വന്നിട്ട് അവിടെ സെറ്റിലാവും. അപ്പോൾ 59, 61. ഓക്കെ, ഫസ്റ്റ് റീഡിങ്. അതിന് ശേഷം 3 സെൻറ്റിമീറ്ററിൽ അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഈ സാധനം നീക്കുക, എന്നിട്ട് ഇവിടെ 3 സെൻറ്റിമീറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ശേഷം ഈ മറ്റേ ഇതിൽ ഡിഫ്ലക്ഷൻ നോക്കുക, എത്ര ആംഗിളിലാണെന്ന് നോക്കുക. അപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. 59 ഇപ്പോൾ 50 ആയി, 52. അതായത് ഇത് 50 അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്, ഞാൻ പറഞ്ഞ നീഡിലിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്. നീഡിൽ വളഞ്ഞിട്ടൊക്കെ അതൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. ജാമ്പവാൻ കാലത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അതിലൊന്നും ചെയ്യാനൊന്നുമില്ല. ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പിന്നെ 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ 2 റീഡിങ്സ് നോട്ട് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടർ വെച്ചിട്ട് ഓൺ ആക്കുക, കറണ്ട് റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് അടുത്ത 2 ഇതെടുക്കുക. അതിനുശേഷം അത് കമ്മ്യൂട്ടേറ്റർ വീണ്ടും അതിനെ വീണ്ടും ഓഫാക്കി തിരിച്ചിട്ട് വെക്കുക, ഓഫ് സിറ്റുവേഷനിലേക്ക് വെക്കുക. പിന്നെ നോർമൽ 2 വാല്യൂസ് മെഷർ ചെയ്യുക, മറ്റേ ഡിസ്റ്റൻസ് പിന്നെയും കൂട്ടുക, മെഷർ ചെയ്യുക, വീണ്ടും കമ്മ്യൂട്ടേറ്റർ ഓൺ ആക്കുക. കറണ്ട് റിവേഴ്സ് ചെയ്യുന്ന കാണിക്കേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂട്ടേറ്റർ ആക്ച്വലി അതായത് കറണ്ട് ശരിക്കും റിവേഴ്സ് ചെയ്യേണ്ടി കമ്മ്യൂട്ടേറ്റർ വീണ്ടും ഓൺ ആക്കുക.
അടുത്ത വാല്യൂസ് പിന്നെ നോട്ട്. ഇതെല്ലാം ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ സെയിം വാല്യൂനെ കിട്ടേണ്ടത്. അടുത്തത് ആ കമ്പ്യൂട്ടർ പിന്നെ ഓഫ് ആക്കുക, 5 സെൻറ്റിമീറ്ററിൽ എടുക്കുക, 2 വാല്യൂസ്, കമ്പ്യൂട്ടർ ഓൺ ആക്കുക. അത് ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി സിമ്പിൾ പരിപാടിയാണ്. കമ്പ്യൂട്ടർ ഓഫ് ആക്കുന്നു, എന്നിട്ട് വാല്യൂസ് എടുക്കുന്നു, പിന്നെ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നു, പിന്നെ വാല്യൂസ് എടുക്കുന്നു, പിന്നെ ഓഫ് ആക്കുന്നു, പിന്നെ അടുത്ത സെൻറ്റിമീറ്റർ അടുത്ത ഡിസ്റ്റൻസ് ഓഫാക്കിയ അവസ്ഥയിൽ തന്നെ റീഡിങ്സ് എടുക്കുന്നത്, പിന്നെ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നു, വാല്യൂസ് എടുക്കുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരു ഡയറക്ഷനിൽ വീണ്ടും എന്ത് ചെയ്യുക, അതായത് ഇങ്ങോട്ടേക്ക് പോയ ഡയറക്ഷനിൽ അതേ മെഷർമെൻറ്റ്സ് അപ്പുറത്തെ ഡയറക്ഷനിൽ ഇവിടെ എന്ത് ചെയ്യുക, അത് തന്നെ 1 and 2 മറ്റേ ഇപ്പോൾ ഇങ്ങോട്ടേക്കല്ല, ഇത് ഈസ്റ്റേൺ സൈഡ് ഇങ്ങോട്ടേക്കാണെങ്കിൽ വെസ്റ്റേൺ സൈഡ് അങ്ങോട്ടേക്ക്. അപ്പോൾ 0 സെൻറ്റിമീറ്റർ ഇതെന്തായാലും സെയിം ആയിരിക്കും. 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് പോയി, അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതൊരു 51, 52 ആണെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ ഓൺ ആക്കുക, അടുത്ത വാല്യൂസ്, പിന്നെ കമ്പ്യൂട്ടർ ഓഫ് ആക്കുക, അടുത്ത 4 സെൻറ്റിമീറ്റർ, അതായത് ഇങ്ങോട്ടേക്ക് 4 സെൻറ്റിമീറ്റർ, പിന്നെ വാല്യൂസ് നോട്ട് ചെയ്യുക, കമ്പ്യൂട്ടർ ഓൺ ആക്കുക, എന്താണ് അടുത്ത വാല്യൂസ്. അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ റീഡിങ്സ് കിട്ടും. അതിന് കണക്കായിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അപ്പോൾ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ തന്നെയാണെന്നുള്ളത് നിങ്ങൾ വരച്ച് ഉറപ്പിക്കണം. അതാണ് ബേസിക്കലി ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആ വാല്യൂ ഇങ്ങനെ ആംഗിൾ ഇങ്ങനെ കുറയുന്നത് കണ്ടോ, ഇത് കണ്ടോ, ആംഗിൾ ഇങ്ങനെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആംഗിൾ ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് കണ്ടോ. ബേസിക്കലി ഇവിടെയൊക്കെ ഇതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. ഇതൊരു പെട്ടി. രണ്ടാമത്തത് എന്താ, നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്റ്റൻസിനെ ഫിക്സ്, അതായത് ഡിസ്റ്റൻസ് ഒരു സ്ഥലത്ത് ഫിക്സ് ആക്കും. അതിപ്പോൾ എന്താണ്, ഈസ്റ്റേൺ സൈഡിലാണെങ്കിൽ എന്താ, ഈസ്റ്റേൺ സൈഡിൽ ഒരു 5 സെൻറ്റിമീറ്റർ ഫിക്സ് ആക്കി, പിന്നെ അതേപോലെ വെസ്റ്റേൺ സൈഡിൽ ഒരു 5 സെൻറ്റിമീറ്റർ, അതായത് ഈസ്റ്റേൺ സൈഡിൻ്റെ എല്ലാ റീഡിങ്സ് എടുത്ത ശേഷം പിന്നെ വെസ്റ്റേൺ സൈഡിൽ 5 സെൻറ്റിമീറ്റർ ഫിക്സ് ആക്കി. അത് ഫിക്സഡ് ആക്കി വെച്ചിട്ട് കറണ്ടിനെ നമ്മളിങ്ങനെ വേരി ചെയ്യും. ഇത് ബേസിക്കലി ചെയ്യാനൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത്, ആദ്യം റിയോസ്റ്റാറ്റ് വെച്ചിട്ട് കറണ്ടിനെ 0.5 സെൻറ്റിമീറ്റർ ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ അതിന് കണക്കായിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ 30 ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ 30 ആണ്. പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യണം, കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യണം. കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുക, എന്നിട്ട് അത് തിരിക്കുക. അപ്പോൾ എന്താ, ഓൺ ആക്കി കഴിഞ്ഞാൽ വീണ്ടും 2 വാല്യൂസ് കിട്ടും. അപ്പോൾ ടോട്ടൽ 4 വാല്യൂസ്. അതിനുശേഷം കമ്മ്യൂട്ടേറ്റർ ഓഫ് ആക്കുക. ഇതപ്പോൾ ഫിക്സ്ഡ് ഈ ഡിസ്റ്റൻസ്, അതായത് നമ്മളൊരു സ്ഥലത്ത് ഒരു ഡിസ്റ്റൻസ് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ടേബിൾ അത് മാറ്റാൻ പാടില്ല. മറ്റേടക്ക് എന്തായിരുന്നു, കറണ്ടായിരുന്നു ഫിക്സ്ഡ്, ഇവിടെ എന്താ ഡിസ്റ്റൻസ് ആണ് ഫിക്സ്ഡ്. ആ ഡിഫറൻസ് ആണ് ബേസിക്കലി ഓർമ്മിക്കേണ്ടത്. പിന്നെ 0. ആ റിയോസ്റ്റാറ്റ് ഒന്നും കൂടി ഒന്ന് വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഇതെന്താവും, 0.2 എന്താവും ആംബിയർ ആവും. അതിനാണ് കയറ്റില്ല ആംഗിൾ. അപ്പോൾ എന്താവും, ഒരു മാറിയിട്ടുണ്ടാവും, ആംഗിൾ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. ആംഗിൾ കൂടാവും വേണ്ടത് ഈ കറണ്ട് കൂടുമ്പോൾ. അതിനുശേഷം 2 വാല്യൂസ് നോട്ട് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടർ ഓൺ ആക്കുക, 2 വാല്യൂസ്. അപ്പോൾ ഇതിങ്ങനെ എന്താണ് പോയി ലാസ്റ്റ് 0.15 തുടങ്ങി 0.40 6 റീഡിങ്സ് 1, 2, 3, 4, 6 എടുക്കുക. ഇത് ഫിക്സ്ഡ് തന്നെ. ഇതപ്പോൾ എന്തായിരിക്കും സെയിം പരിപാടി. ഇതിപ്പോൾ ഇങ്ങോട്ടേക്കല്ല ചെയ്തത്. ഇവിടെ ഈസ്റ്റേൺ സൈഡിൽ 5 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വെസ്റ്റേൺ സൈഡിലേക്ക് 5 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്യുക. ഇത് സെയിം പ്രൊസീജിയർ ചെയ്യുക. ഇത് ഈ 2 റീഡിങ്സ് ഇത് വെച്ചിട്ട് എടുക്കുന്നു, പിന്നെന്താ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നു, ചെയ്യുന്നു, പിന്നെ ലാസ്റ്റ് ടോട്ടലിൻ്റെ മീൻ എടുത്ത്. ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം വാല്യൂ ആണ്. ഓൾമോസ്റ്റ് ഒരു ഇവിടെ 31 പോയിൻറ്റ് സംതിങ് ഒക്കെ ചിലപ്പം വരാൻ ചാൻസ് ഇല്ലോ. ടാൻ തീറ്റ കണ്ടുപിടിക്കുക, ഇതിൻ്റെ മീനിന് ടാൻ തീറ്റ, പിന്നെ I ടാൻ തീറ്റ, പിന്നെ BH കണ്ടുപിടിക്കണമെങ്കിൽ B = അല്ല ഇവിടെ BH = വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഇത്രയും ബേസിക്കലി ചെയ്യാനല്ലോ. ഇതിൻ്റെ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാനുണ്ട്. പിന്നെ ഇവിടെ കുറച്ചും കൂടി പരിപാടിയുണ്ട്. ഒരു നൂല് വെച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ഇവിടെ കാണിക്കുക. ഇവിടെ നൂല് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതായത് നമ്മളെ ബേസിക്കലി ആ ഒരു സൂചിൻ്റെ നൂല് വെച്ചിട്ട് ഇവിടെ റൗണ്ടില്ല, റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുക, അതായത് ഇവിടെ താഴെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും. ചെറിയൊരു ഹോളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ സർക്കംഫറൻസ് മെഷർ ചെയ്യുക. അപ്പോൾ സർക്കംഫറൻസ് C = 2πr. സർക്കംഫറൻസ് ഇപ്പോൾ ഒരു 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് 4 എങ്ങനെ കണ്ടുപിടിക്കുക, R = 50/2π. സിമ്പിൾ. അതിപ്പോൾ ഇത്ര നമുക്ക് 49.6 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കും. അപ്പോൾ 49.6 / 2π, അത് എത്ര വാല്യൂ കിട്ടുന്ന ആ വാല്യൂ നോട്ട് ചെയ്യാം. പിന്നെ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറയുന്നത് എന്താ, അത് നമ്മൾ ഈ സർക്കുലർ കോയിലിൻ്റെ ഇവിടെ എന്തുണ്ട്, നമ്മളിപ്പോൾ 2 കണക്ഷൻ കൊടുക്കുന്നില്ല ഈ സർക്കുലർ കോയിലിന് താഴെ, അവിടെ ഇങ്ങനെ 30-20 എന്നെല്ലാം പറയുന്നത്. നിങ്ങൾ ഏത് 2 വയർസിൻ്റെ 2 ബോൾട്ടിൻ്റെ ഇടയിലാണ് കണക്ഷൻ കൊടുക്കുന്നത്, അതിൻ്റെ ഇടയിലില്ല നമ്പർ ഓഫ് ടേൺസ്. ഇപ്പോൾ 30 ആണ്, നമ്മളിപ്പോൾ 30 ആണ്, നമ്മൾ 30 എന്ന് എഴുതി. ഇതിപ്പോൾ എല്ലാ വാല്യൂസും കിട്ടിയാലും μ0 നമുക്ക് ഓൾറെഡി അറിയാം. ഇതിലേക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫൈനൽ ആൻസർ കിട്ടും. ദിസ് ഈസ് ദ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്, ഓൾസോ വെരി ഈസി.